See, ഇടുക്കി ജില്ലയിൽ കുമളി അവിടെ പത്തുമുറി എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഞാൻ കുറച്ച് തേൻ കഴിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. ഇത് എൻ്റെ തകടിപ്പുറം വീട്ടുകാരെ, ഇത് എൻ്റെ അമ്മ വീടാണ്. എൻ്റെ അങ്കിളാണ് അവിടെ നിൽക്കുന്നത്. അപ്പം ഇതുണ്ട് നാച്ചുറൽ തേൻ. ഇവിടെ തേനിൻ്റെ എന്തോ തേൻ ഫാം എന്നല്ലേ പറയാം. അതെ, തേൻ ഫാം ഇവിടെയുണ്ട്. ഒരുപാട് പെട്ടികളുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വനം തേനാണ്. നാട്ടിലൊക്കെ ആണെങ്കിൽ റബ്ബറിൻ്റെ തേനുകളാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും നല്ല തേന് എന്ന് പറയുന്നത് ഇടുക്കിയിലുള്ള തേനുകളാണ്. അത് കൂടുതലും ഇവിടെ വനപ്രദേശമായതുകൊണ്ടും ഒരു അങ്ങനത്തെ ഔഷധ സസ്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും എനിക്ക് തോന്നുന്നു തേനിന് ആരോഗ്യപരമായിട്ട് ഗുണമാണ്. പ്യുവർ തേൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ തേൻ കിട്ടും കേട്ടോ. നല്ല സൂപ്പർ തേനാണ് കേട്ടോ. അങ്ങളുടെ മുഖോടാണ് കണ്ടത്. അതെ, അങ്കിളുടെ മുഖം. അപ്പോൾ തേനിൻ്റെ മുതലാളിയാണ് നിൽക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ ടീച്ച ഇളകിയിട്ടുണ്ട്. എനിക്കിട്ട് കുത്ത് കിട്ടാതെ നോക്കാം. പിന്നെ തേനീച്ചയുടെ കുത്ത് കിട്ടുന്നത് നല്ലതാണ്. 2 എണ്ണം കുത്തിപ്പിക്കും. കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷർ, ഇതെല്ലാം അതിന് വളരെ കൺട്രോൾ ചെയ്യും. പിന്നെ വാതരോഗം എന്ന് പറയുന്നത് സാധാരണ ഇത് സംഭവിക്കത്തില്ല. ഇതിന് വിഷം എന്നല്ല പറയുന്നത്, ബി വെനം. ആ വെനം എന്ന് പറയുന്നത് മെഡിസിനാണ്. പല രോഗങ്ങൾക്കും ഗുണകരമാണ്. മുഖത്തെല്ലാം കൂടെ കുത്ത് കിട്ടിയ കഴിഞ്ഞാൽ നമ്മുടെ ഷേപ്പ് മാറും എന്നുള്ളതല്ലാതെ ഗുണമാണ്. ഇത് ഓരോ കുത്ത് കിട്ടുന്നതും ഓരോ അത്ര നല്ലതാണ് ശരീരത്തിന്. പിന്നെ ഇത് മെഷീൻ വെച്ചിട്ട് എടുക്കും അല്ലേ? മെഷീൻ വെച്ചിട്ട് എക്സ്ട്രാക്ട് എന്ന് പറയും സാധനം. ഇത് നമ്മളത് കറക്കി എടുക്കുമ്പോൾ അതിൻ്റെ എയർ കൊണ്ട് ഈ തേൻ സൈഡിലേക്ക് തെറിച്ച് വീഴുക. ആ തേൻ നമ്മൾ വിറ്റ് ഇത് നാച്ചുറൽ തേനാണ്. നമ്മൾ ഇതൊന്നും കൃത്യമായിട്ടും കാണിക്കുന്നില്ല. തേൻ ഒരു 3 മാസം മുമ്പ് എടുക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ 200ഓളം പെട്ടിയുണ്ടല്ലേ? 200ഓളം പെട്ടിയുണ്ട്. അത് ഈ സമയത്ത് ഞങ്ങൾ ഡിവിഷൻ ചെയ്യാന്ന് പറയും. അതായത് പെട്ടി ഒന്നിൽ നിന്ന് പിരിച്ചിട്ട് മറ്റൊരു പെട്ടിയിലേക്ക് മാറ്റി വെക്കും. അങ്ങനെ കോളനികളുടെ എണ്ണം വർദ്ധിപ്പിക്കും. ഇനിയിപ്പോൾ ഇതുവരെ ക്ഷാമകാലമായിരുന്നു. ഏതാണ്ട് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ വരെ ഇതൊരു ക്ഷാമകാലം തന്നെ. തേനില്ല. അപ്പോൾ കൃത്യമായിട്ട് തേൻ കൊടുക്കും. ഇനിയിപ്പോൾ അവരുടെ നല്ല സമയമാണ്, തേൻ്റെ സമയമാണ്. ജനുവരി തൊട്ട് മാർച്ച് വരെ തേൻ സമയമാണ്. അപ്പോൾ 5 ദിവസം കൂടുമ്പോൾ തേൻ എടുക്കാം. ഇതിപ്പോൾ കുറച്ചൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എറണാകുളത്തൊക്കെ വരുന്നുണ്ട്. ഡിമാൻഡ് ആൾക്കാർ ആവശ്യപ്പെട്ട് ഇവിടെ വരികയാണ്. നേരത്തെ തന്നെ എടുത്ത് കഴിക്കാനുള്ള എപ്പോഴും പറ്റില്ലെന്ന് തോന്നുന്നു. അത് അതായത് കോമ്പ് ഹണി എന്ന് പറയും. ഇത് കോമ്പാണ് ഈ സാധനം. നമ്മൾ റാട്ടെന്ന് പറയുന്നത് കോമ്പ്. ഈ കോമ്പ് ഹണിക്ക് എന്ന് പറഞ്ഞാൽ ഒന്നും എല്ലാവർക്കും വിശ്വസിക്കാവുന്ന, അതായത് നേരിട്ട് കഴിക്കുമ്പോൾ മായമൊന്നും ഇല്ലാത്തതാണ്. ഒറിജിനൽ കുപ്പികളിൽ വരുന്ന തേന് ഒത്തിരി മായങ്ങൾ ഇഷ്ടംപോലെ മായം വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഷുഗറൊക്കെ തന്നെ എടുത്ത് വെച്ചിട്ട് ഷുഗർ തന്നെ തേനീച്ചയെ കൊണ്ട് കുടിപ്പിച്ചിട്ട് തേനെടുക്കുന്ന ഒരു ഷുഗർ കലക്കിയും കാരമൽ പോലാക്കിയിട്ടും കൃത്യമായിട്ട് ഫെവിക്കോൾ ചേർത്തിട്ടൊരു തേനുണ്ട്. അതിനൊക്കെ ഭയങ്കര വില കുറവുമാണ്. ഇതിന്റെ വില കേൾക്കുമ്പോഴത്തേനും ആൾക്കാർ പറയും അതിന് വില കുറച്ച് തേൻ കിട്ടുമല്ലോ എന്നൊക്കെ പറയും. മേടിച്ച് കഴിക്കുന്നത് ഉപകാരത്തെക്കാൾ ഉപദ്രവം ചെയ്യുള്ളൂ. ശരീരത്തിന് ദോഷകരമായ കാര്യങ്ങളാണ്. മൂന്നാർ സൈഡുകളൊക്കെ ഒത്തിരി കേസ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ടൂറിസ്റ്റുകളെ ആകർഷിച്ച് വിൽക്കുന്നുണ്ട്. തേന നല്ല രീതിയിൽ കച്ചവടം നടത്തുന്നുണ്ട്. പല പോലീസൊക്കെ പല കേസുകൾ പിടിച്ച് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.
ഇവിടുത്തെ ഫാമിൽ ഒരു പണിയെടുക്കാനായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ് അവർ. നമ്മുടെ കേരളത്തിലുള്ളവരല്ല. അപ്പം തേനിൻ്റെ കൃഷിക്ക് സഹായിക്കുന്ന ഇവിടുത്തെ ആളുകളാണ്. ഓക്കെ. ഈ അങ്കിളെ ഈ തേനിപ്പോൾ ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്കിളുടെ നമ്പറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ നല്ല ഔഷധമായിട്ട് കൊടുക്കുന്ന തേനായതുകൊണ്ട് വിളിക്കും. നമ്പർ കോൺടാക്ട് നമ്പർ പറയാം. 9605185429. സ്വന്തം നമ്പർ മറന്നു പോകുന്നതല്ലാണ്ടോ പറഞ്ഞു? ഒന്നുകൂടെ പറഞ്ഞേ. 9605185429. ആ, ഓക്കെ ഓക്കെ. ഞാൻ ടൈപ്പ് ചെയ്ത് കാണിച്ചേക്കാം. എന്തായാലും ഇവിടെ വന്നതുകൊണ്ട് ഹണി എടുക്കുന്നതൊക്കെ നമുക്ക് കണ്ടു. നല്ല പ്യുവർ തേനാണ്, ഞാൻ ഗ്യാരണ്ടി. അങ്ങനെ ഇഷ്ടമൊക്കെ ഉള്ള ആളുകൾക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞാൻ എന്തായാലും 10 കുപ്പി തേൻ വാങ്ങിയിട്ടുണ്ട്. 10 കുപ്പി എന്ന് പറയുമ്പോൾ 10 കിലോ. അപ്പോൾ ആരോഗ്യകരമായ ഒരു മെഡിസിനൽ ആവശ്യത്തിനൊക്കെ ആയിട്ടാണെങ്കിൽ നിങ്ങളെ കണ്ടാൽ മതി. തേൻ കൊണ്ട് വിവിധ ഔഷധങ്ങളൊക്കെ ഉണ്ടാകും. തേനൊരു കുടുംബ വൈദ്യനാണെന്ന് പറയുന്നത്. എല്ലാ വീട്ടിലും തേൻ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളുള്ള വീടുകളിൽ തേൻ ഒരിക്കലും തേൻ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം തേൻ കൊണ്ടുള്ള പല ഉപയോഗങ്ങളുണ്ട്, പല ഔഷധങ്ങളുണ്ട്. അതെ. പിന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ലാത്തിരുന്ന് തേൻ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഗുണത്താക്കളേറെ ദോഷം ചെയ്യും. അങ്ങനെയുള്ള തേൻ വാങ്ങിച്ച് കഴിക്കാതിരിക്കുക. എന്ന് വെച്ചാൽ ബാക്കിയുള്ള തേനുകളൊന്നും കൊള്ളത്തില്ല, നല്ല ഇവിടുത്തെ തേൻ മാത്രം നല്ലതൊന്നും ഒരർത്ഥം അതിനകത്തില്ല. കൃത്യമായിട്ട് അറിയാവുന്നിടത്ത് വാങ്ങിക്കാം. നല്ലതിന് ഇഷ്ടംപോലെ മാർക്കറ്റ് കിട്ടാറുണ്ട്. പക്ഷേ അത് നമ്മൾ തിരിച്ചറിയണം, നല്ലതേത് മോശം തിരിച്ചറിയണം. ഇതൊരു സിമ്പിൾ ടെസ്റ്റ് ഉണ്ട് ഇതിന്, നിങ്ങൾക്ക് ചെയ്യാവുന്ന സിമ്പിളായിട്ട് ചെയ്യുന്ന ടെസ്റ്റ്. ഒരു ഗ്ലാസ്സിൽ ഒരു 3/4 ഗ്ലാസ് വെള്ളം എടുക്കുക, ശുദ്ധജലം എടുക്കുക. അതിലേക്ക് തേൻ കുപ്പിയിൽ നിന്ന് തേൻ വെച്ചിട്ട് പൊക്കി ഒഴിക്കുക. ഒഴിച്ചിട്ട് കുറച്ച് ഒരു 2 സ്പൂൺ ഒഴിച്ച് നിർത്തുക. എന്നിട്ട് ആ വെള്ളം ഒന്ന് കുടിച്ചു നോക്കുക. വെള്ളം രുചിച്ച് നോക്കുമ്പോൾ വെള്ളത്തിന് മധുരം ഉണ്ടെങ്കിൽ ആ വെള്ളത്തിന് ആ തേനിനകത്ത് മായം ചേർന്നതാണ്. മധുരം ഉണ്ടെങ്കിൽ അതിന് മായമുള്ള പഞ്ചസാരയോ അങ്ങനെയുള്ള സാധനങ്ങൾ പെട്ടെന്ന് വെള്ളത്തിലേക്കുന്നതാണ്. തേൻ പെട്ടെന്ന് വെള്ളത്തിലേക്കില്ല. അപ്പോൾ ഇത് നമ്മൾ വീണ്ടും നല്ലപോലെ ഇളക്കി മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഒറിജിനൽ തേനാണ്. പിന്നെ ഒത്തിരി ടെസ്റ്റ് ഉണ്ട്. അത് പിന്നീട് വരുന്ന പാഠങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കണം. അപ്പം ഓക്കെ, താങ്ക് യു.